السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ മുന്നോടിയായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി കാലം പ്രത്യേകമായ രൂപത്തിലുള്ള വഞ്ചനകൾ നിറഞ്ഞ ജനങ്ങളെ കൊണ്ട് അത് അധികമായ നിലക്ക് സമൂഹത്തിൽ വഞ്ചനയും അതുപോലെ തന്നെ കളവും ചതികളുമൊക്കെ സത്യസന്ധത ഇല്ലാതെയാവുകയും ആ സ്ഥാനത്ത് വഞ്ചനയും മറ്റും ബദലായി കയറി വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല വാചകങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയഅതി അലൻ നാസി സനവാതുൻ ഖദ്ദാഅതുൻ യുസദ്ദഖു ഫീഹൽ കാദിബു വയുകദ്ദബു ഫീഹൽ സാദിഖു ويؤتمن فيها الخائن ويخون فيها الأمين وينطق فيها الرويبضة. قيل وما الرويبضة؟ قال الرجل التافه يتكلم في أمر العامة. കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന ഒരവസ്ഥയാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനിരിക്കുന്നു, ഒരു കാലം വരും, ചില വർഷങ്ങൾ തന്നെ വരും. ആ വർഷങ്ങളിലെ ജീവിക്കുന്ന ജനങ്ങളൊക്കെ ബഹുഭൂരിഭാഗവും വഞ്ചനകൾ കൈമുതലാക്കിയ ജനങ്ങളായിരിക്കും. വഞ്ചനാത്മകമായ പ്രവർത്തനങ്ങൾ നിറഞ്ഞ ഒരു കാലം. അന്നത്തെ പ്രത്യേകത യുസദ്ദഖു ഫീഹൽ കാദിബു, കള്ളന്മാരായ നുണ പറയുന്ന ആളുകളായ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ യുസദ്ദഖു ഫീഹാ, ആ കാലത്ത് അവര് വലിയ സത്യസന്ധന്മാരായി മുദ്രകുത്തപ്പെടും. വയുകദ്ദബു ഫീഹാ സാദിഖു, സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ അവർ വഞ്ചകന്മാരും കള്ളന്മാരും ഒക്കെയായി ചിത്രീകരിക്കപ്പെടും. കാര്യം നേരെ കീഴ്മേൽ മറിയുന്ന ഒരവസ്ഥ. കള്ളന്മാര് വലിയ സത്യസന്ധന്മാരായും സത്യസന്ധന്മാര് കള്ളന്മാരായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലം, വല്ലാത്തൊരു കാലം. വയുഅ്തമനു ഫീഹൽ ഖായിനു, വഞ്ചകന്മാര് വിശ്വസ്തരുടെ സ്ഥാനം, ആ പ്രത്യേകമായ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ഒരു കാലം.
സമൂഹത്തിൽ വഞ്ചനയാണ് അവന്റെ തൊഴിൽ. പക്ഷേ സമൂഹത്തിൽ അവന് വലിയ സ്ഥാനമായിരിക്കും, അവൻ നല്ല വിശ്വസ്തനാണ് എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു വല്ലാത്ത കാലം. വിശ്വസ്തരായ ആളുകൾ, സത്യസന്ധതയും വിശ്വസ്തതയും ഒക്കെയുള്ള ആളുകൾ വഞ്ചകന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന വല്ലാത്തൊരു കാലം. ആ കാലത്ത് റുവൈബിളമാരായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുക. റുവൈബിളത്തുകൾ കാര്യങ്ങൾ സംസാരിക്കുന്ന കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു, അമർ റുവൈബിള, ആരാണ് ഈ റുവൈബിള? റുവൈബിളത്ത് എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു താഫിഹു യതകല്ലമു ഫീ അംരിൽ ആമ്മ. പൊതു കാര്യങ്ങളിലൊക്കെ വിഡ്ഢികളായിരിക്കും സംസാരിക്കുക. വിഡ്ഢികളായ ആളുകൾക്ക് സ്ഥാനം, എവിടെയും അവർക്കാണ് സ്ഥാനം. ഒരു ബുദ്ധിയുമില്ല, അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു നിലക്കും ത്രാണിയോ ശേഷിയോ ഇല്ലാത്ത വിഡ്ഢികളായ ആളുകൾ സമൂഹത്തിൽ പലതിന്റെയും നേതൃസ്ഥാനത്ത് വരികയാണ്. മുമ്പൊരിക്കൽ നമ്മൾ ഒരടയാളം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ അതിന്റെ അവകാശികളല്ലാത്തവരിലേക്ക് ചേർക്കപ്പെടുന്നത് കണ്ടാൽ അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന്. സമാനമായ ഹദീസാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞ പ്രത്യേകതകൾ? വഞ്ചന നിറഞ്ഞ കാലഘട്ടം, സത്യസന്ധതയുള്ള ആളുകൾക്ക് വിലയില്ല. സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ആളുകൾ മോശക്കാരായും കൊള്ളരുതാത്തവരായും ചിത്രീകരിക്കപ്പെടും. അതേ അവസരത്തിൽ കളവും ചതിയും വഞ്ചനയും അതുപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങളും ദുഷ്പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നേറുന്നവർ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള നേതാക്കളായി ചിത്രീകരിക്കപ്പെടും. ലോകം ഇന്നതിന് സാക്ഷിയാണ്. ഏത് സ്ഥലങ്ങളിലും നേതൃരംഗം കൈയാളുന്ന, അതുപോലെ തന്നെ പലയിടങ്ങളിലും പല ഉന്നതമായ സ്ഥാനങ്ങളും കൈയാളുന്നവർ സമൂഹത്തിൽ തഖ്വയുള്ളവരായി കൊള്ളണമെന്നില്ല. പല രൂപത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചവർ ഉന്നത പദവികളിൽ എത്തിപ്പെട്ടതായിരിക്കും. അങ്ങനെ അവരായിരിക്കും പിന്നെ കാര്യങ്ങൾ കൈയാളുക. മറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ മാന്യൻ ആരാണെന്നാ പറയുന്നത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ ആദരണീയൻ ആരാണ്? അത്ഖാക്കും, നിങ്ങളിലെ ഏറ്റവും ഭക്തിയുള്ളവനാണ്, ഏറ്റവും തഖ്വയുള്ളവനാണ്. അപ്പൊ തഖ്വയുള്ളവർ കൈകാര്യം ചെയ്യേണ്ടുന്ന, അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുടെ സ്ഥാനത്ത് അതില്ലാത്ത വിഡ്ഢികളും അതുപോലെയുള്ള ആളുകളും രംഗത്ത് വന്നുകൊണ്ട് കാര്യങ്ങൾ അവർ കൈയാളുകയും പൊതു കാര്യങ്ങളിലൊക്കെ തലയിട്ട് അവർ സംസാരിക്കുകയും ഒരു കാലഘട്ടം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നും നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള വാർത്താ ഏജൻസികളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഭീകരവാദികളുടെ പ്രതിരൂപങ്ങളായിട്ടാണ് വേൾഡ് വൈഡ് ആ രൂപത്തിലുള്ള ന്യൂസ് ഏജൻസികൾ ഇന്ന് സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ന്യൂസ് ഏജൻസികളൊക്കെ മുസ്ലിമീങ്ങളുടെ ഒരു വാർത്ത പറയുമ്പോ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയുമ്പോ വളരെ വൃത്തികെട്ട രൂപത്തിൽ ചിത്രീകരിച്ച് ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിൽ ഇസ്ലാമിനെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിക ചിഹ്നങ്ങളായി കൊണ്ട് നടക്കുന്ന ഇസ്ലാമികമായ വേഷരീതികളെ സംബന്ധിച്ച് പോലും അവർ സമൂഹത്തിൽ ഭീകരതയുടെ അടയാളങ്ങളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, വല്ലാത്തൊരു കാലമാണ്. സത്യസന്ധതയുള്ളവൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടുകയാണ്. സത്യസന്ധതയുള്ളവൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടുകയാണ്. സമാധാനപ്രിയൻ ഭീകരനായി അവരോധിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മതപരമായ ആശയാദർശങ്ങൾ അടിസ്ഥാനപരമായി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് എല്ലാവരോടും സഹിഷ്ണുതയും സ്നേഹവും പുലർത്തുന്നവൻ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നേരെ കിഴുക്കാൻ തൂക്കായി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ അറിയിച്ചിരിക്കുകയാണ്.
അതിന് മറുപടിയായി വിശ്വാസികൾ പറയുന്ന വാർത്തകൾ ലോകത്ത് എത്താൻ സമ്മതിക്കില്ല. ആ വാർത്തകളെ ഏതെങ്കിലും തലങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ നിമിത്തമായാൽ അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കപ്പെടാതെ വേണ്ടിടത്ത് വെച്ച് വേണ്ട രൂപത്തിൽ ആ വാർത്തകൾ മുക്കിക്കളഞ്ഞുകൊണ്ട് സത്യസന്ധന്മാരായ ആളുകളെ കൊള്ളരുതാത്തവരായി ലോകമറിയട്ടെ എന്ന നിലക്ക്, അതേപോലെ തന്നെ കൊള്ളരുതാത്ത ആളുകൾ ലോകത്ത് വലിയ നേതാക്കളായി അറിയപ്പെടട്ടെ എന്ന നിലക്ക് സമൂഹത്തിൽ അതിന് വലിയ പ്രചാരം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെ ഒരു സമാന് സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഫീ ആഖിരി الزمان رجال أو قال يخرج رجال من هذه الأمة في آخر الزمان معهم مسياط كأنها أذناب البقر يغدون في سخط الله ويروحون في غضبه. رواه أحمد رحمه الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? യകൂനു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ വരാൻ പോകുന്നു അവസാന കാലത്ത് ചില ആളുകൾ, അതല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നു ചില ആളുകൾ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് സയകൂനു ഫീ ആഖിരി സമാനി ശുർത, ചില പോലീസുകാർ രംഗത്ത് വരാൻ പോകുന്നു. യഗ്ദൂന ഫീ മഅഹും മസിയാത്തുൻ കഅന്നഹാ അദ്നാബുൽ ബഖരി, അവരുടെ കൈകളിൽ അവരുടെ കൂടെ പശുവിന്റെ വാലുകൾ പോലെയുള്ള ചമ്മട്ടികളുണ്ട്. അങ്ങനെ യഗ്ദൂന ഫീ സഖത്തില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിലായി കൊണ്ടാണ് അവർ പ്രഭാതത്തിൽ പുറപ്പെടുന്നത്. വയറൂഹൂന ഫീ ഗദബിഹി, പടച്ച റബ്ബിന്റെ കോപത്തിന് വിധേയരായി കൊണ്ട് തന്നെയാണ് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് ഇവിടെ? വീണ്ടും ചില ഹദീസുകളിൽ നമുക്ക് കാണാം, യൂശികു ഇൻ ഖാലത് ബിക മുദ്ദ, നിനക്ക് ചില കാലഘട്ടം ജീവിക്കാൻ കഴിഞ്ഞാൽ, അൻതറാ ഖൗമൻ ഫീ ഐദീഹിം മിസ്ല അദ്നാബിൽ ബഖരി, പശുക്കളുടെ വാലുകൾ പോലെയുള്ള ചമ്മട്ടികൾ എന്ന്, അഥവാ ജനങ്ങളെ അകാരണമായി തല്ലിക്കൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികൾ, അവരുടെ പോലീസുകാർ രംഗത്ത് വരും. ആ രൂപത്തിലുള്ള ഒരു കാലഘട്ടം സംഭവിച്ചേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് ഇതുകൊണ്ടൊക്കെ അവിടുന്ന് ഉദ്ദേശിച്ചത് എന്ന പൂർണ്ണമായ ആശയം സാധുക്കളായ വിവരം കുറഞ്ഞ നമുക്ക് അറിയില്ലെങ്കിലും ഇനിയും എന്തൊക്കെയോ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതാണോ അതോ എന്തൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ആശയങ്ങൾ എന്ന് നമുക്കറിയില്ല. എന്നാലും ഇതിനോട് ഉപോത്പലകമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി നാം ചേർത്ത് വായിക്കുക. സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകാവകാശികളായ രണ്ട് വിഭാഗം ആളുകൾ, ഞാൻ അവരെ എന്റെ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല, നിങ്ങളത് കാണാൻ പോകുന്നു എന്നർത്ഥം. ഖൗമുൻ, ഒരു ജനത, മഅഹും, അവരോടൊപ്പമുണ്ട്, സിയാത്തുൻ കഅദ്നാബിൽ ബഖരി, പശുക്കളുടെ വാലുകൾ പോലെയുള്ള ചമ്മട്ടികളുണ്ട്. യദ്രിബൂന ബിഹന്നാസ്, ആളുകളെ അവർ വെറുതെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കുറ്റവുമില്ലാതെയും വെറുതെ ഏതെങ്കിലും തെറ്റിദ്ധാരണ മുഖേന പിടിക്കപ്പെട്ട ആളുകളോടാണെങ്കിലും കുറ്റവാളികളെ പോലെ പെരുമാറി ജയിലിലടച്ച് അടിച്ചും തൊഴിച്ചും അതുപോലെ തന്നെ ആക്രമിച്ചും പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ രൂപത്തിലുള്ള ആളുകളോട് കരുണ കാണിക്കാത്ത രൂപത്തിലുള്ള ചില മേലധികാരികൾ രംഗത്ത് വരും. അവർ നരകക്കാരാണ്. അനുയായികളോട്, അണികളോട് മോശമായി വർത്തിക്കുന്ന ഒരവസ്ഥ ചിലയിടങ്ങളിൽ ദൃശ്യമാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പറയുന്നത്. അവർ അവരുടെ ഈ തൊഴിൽ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം, അഥവാ പാവങ്ങളായ ജനങ്ങളെ, വലിയ വലിയ പണക്കാരായ ആളുകളാണെങ്കിൽ അവർ രക്ഷപ്പെടുകയാണ്, സ്വാധീനമുള്ള ആളുകൾ രക്ഷപ്പെടുകയാണ്. നിയമം പലപ്പോഴും നാം എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ, നിയമം ജനങ്ങളെ എട്ടുകാലി വല പോലെയാണ്. എന്താ എട്ടുകാലി വലയുടെ പ്രത്യേകത? എട്ടുകാലി ഒരു ദുർബലമായ വല കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വലയുണ്ട്.
ഒരു ഈച്ചയോ കൊതുകോ ഒക്കെയുള്ള സ്വാധീനമില്ലാത്ത ദുർബലമായ ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് അതിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അവയാ നിയമത്തിന്റെ കുരുക്കിൽ അഥവാ എട്ടുകാലിവലയിൽ കുരുങ്ങിക്കിടന്നു പെടയും. അതേ അവസരത്തിൽ ഒരു പല്ലിയോ ഒരു എലിയോ ഒരു തവളയോ ഒക്കെയാണ് ഒരു മാറാലയിലേക്ക് അതല്ലെങ്കിൽ ഒരു ചെലന്തി വലയിലേക്ക് ചാടുന്നതെങ്കിൽ ചെലന്തി വലയുടെ പൊടി പോലും കാണില്ല, സുഖമായി അവ പുറത്തേക്ക് എത്തിയിട്ടുണ്ടാകും. നിയമം പലപ്പോഴും ഇങ്ങനെയാണ് കൈയാളപ്പെടുന്നത്. സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ നിയമത്തിന്റെ കുരുക്കുകളെ ഭേദിച്ചവർ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ കഴിവും പ്രാഗൽഭ്യവുമുള്ള ആളുകളാണെങ്കിൽ ഏത് നിയമങ്ങളുടെ കുരുക്കുകളും പൊട്ടിച്ചവർ പുറത്തേക്ക് കിടക്കും. അതേ അവസരത്തിൽ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ദുർബലനാണെങ്കിൽ ആരുടെയും റെക്കമെന്റിനും സ്വാധീനത്തിനുമൊന്നും ആ രൂപത്തിലുള്ള കഴിവുകളൊന്നുമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ നിസ്സാരമായ തെറ്റുകളുടെ പേരിലും അവൻ കാലങ്ങളോളം നിയമക്കുരുക്കിലകപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെടേണ്ട ദുരന്തത്തിലേക്ക് മാറുന്നു. ഇതാണ് പറയപ്പെടുന്നത്. പലപ്പോഴും നീതി ലഭ്യമാവാതെ പല രൂപത്തിലുള്ള ഭൗതിക താല്പര്യങ്ങളുടെയും പേരിൽ അനാവശ്യമായി ആളുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അവരുടെ കൈകളിൽ ചമ്മട്ടികളുണ്ട്, അവരതുകൊണ്ട് വെറുതെ ജനങ്ങളെ അടിക്കുകയാണ്. അങ്ങനെ പീഡിപ്പിക്കുന്ന, അടിക്കുന്ന, ദ്രോഹിക്കുന്ന ആ രൂപത്തിലുള്ള ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ രംഗത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് നാം ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വിഷയം എന്താണ്? അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു ഹദീസ് എന്താണ്? അനിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يكون قوم يخضبون في آخر الزمان بالسواد كحواصل الحمام لا يريحون رائحة الجنة. ഇതിൽ പറയുന്ന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറയുന്നത് അവസാന കാലഘട്ടത്തിൽ അതാ നരച്ച മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുന്ന ചില ജനങ്ങൾ വരും. നരച്ച മുടിക്ക് കറുപ്പ് ചായം കൊടുത്തുകൊണ്ട് അതാ പ്രത്യേകമായ രൂപത്തിൽ തന്റെ വയസ്സിനെ മറച്ചു വെക്കാൻ വേണ്ടി ചില പ്രത്യേക പൊടിക്കൈകൾ പ്രയോഗിക്കുന്ന ജനങ്ങൾ വരും. ചില പക്ഷികളെ അഥവാ പ്രാവുകളെയൊക്കെ കണ്ടാൽ അതിന്റെ പുറമേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു കറുത്ത നിറമാണ്. അവരുടെ ആ പ്രത്യേകമായ തൂവലുകൾ അങ്ങ് പൊക്കി നോക്കിയാലോ അടിയിൽ വെള്ള നിറമാണ്, പുറമേക്ക് ഇങ്ങനെ കറുപ്പ് നിറമാണ്. ഈ രൂപത്തിലുള്ള അവസ്ഥയിലൂടെ നിറയെ കറുപ്പ് ചായം കൊണ്ട് കൊടുത്തുകൊണ്ട് മാറ്റുന്ന ജനങ്ങൾ രംഗത്ത് വരും. അവര് സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കൂല. എന്താണ് ഇവിടുത്തെ വിഷയം? എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമൂഹം ഇന്ന് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമികമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിര ബാധിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഒരു നദീറാണ്, ഒരു മുന്നറിയിപ്പുകാരനാണ്. ഇതാ സമയമായി തുടങ്ങി, പോകാനായി തുടങ്ങി. ചില മുന്നറിയിപ്പുകൾ തരികയാണ്. നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന, ശാരീരികമായി നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില സിഗ്നലുകൾ ഇതാ അടുത്തു തുടങ്ങി എന്ന നിലക്ക്. നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലയോ, താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നെത്തിയില്ലയോ എന്ന വചനത്തിൽ ചില മുഫസ്സിരീങ്ങൾ സ്വഹാബികളിൽ നിന്ന് തന്നെയുള്ള ചില തഫ്സീറുകളിൽ ആ നദീർ മുന്നറിയിപ്പുകാരൻ, ഒരു മുഅ്മിനിനുള്ള മുന്നറിയിപ്പുകാരൻ എന്നിടത്തേക്കുള്ള വ്യാഖ്യാനമായി ചിലരെങ്കിലും പറഞ്ഞത് അശ്ശൈബ് എന്നാണ്. നിര ബാധിക്കുക ഒരു മുസ്ലിമിനൊരു ചിന്തനത്തിന്, ഒരു വിചിന്തനത്തിന്, ഒരു പരിചിന്തനത്തിന് അവനെ യോഗ്യനാക്കും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇങ്ങനെ നിര ബാധിച്ചു കഴിഞ്ഞാൽ ആ നിര നമുക്ക് ഏതെങ്കിലും കളറുകൾ കൊടുത്തുകൊണ്ട് ചേഞ്ച് ആക്കാൻ പാടുണ്ടോ? ഇതാണ് ഇവിടുത്തെ വിഷയം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് ഹിജ്റ വന്നു. ഫകാന അസന്ന അസ്ഹാബിഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിൽ
ഏറെ പ്രായമുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ താടിയിലും മുടിയിലുമൊക്കെ നരയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഫഗലഫഹാ ബിൽ ഹിന്നായി വൽ കതമി, അവിടുന്ന് മൈലാഞ്ചിയും അതുപോലെ തന്നെ കത്തമു ചായം ഒരു ചെടിയാണ്, ആ രൂപത്തിൽ മൈലാഞ്ചിയിൽ ചേർക്കാവുന്ന ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ചാറടങ്ങുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് അതാ നരയുടെ നിറം മാറ്റുകയുണ്ടായി. അപ്പൊ നരയുടെ നിറം മാറ്റുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. അവിടുന്ന് പറയുന്നു, ഇന്നൽ യഹൂദ വൻ നസാറ ലാ യസ്ബുഗൂന ഫഖാലിഫൂഹും, യഹൂദികളും നസറാനികളും അവരുടെ നരച്ച മുടികൾക്ക് ചായം കൊടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ അവരോട് എതിരാവണം, നിങ്ങൾ അവരോട് എതിരാവണം. അഥവാ ചായം കൊടുക്കാൻ പ്രോത്സാഹനം ഇസ്ലാമിലുണ്ട്, കളർ ചേഞ്ച് ചെയ്യാൻ അനുവാദമുണ്ട്. എന്നാൽ നിർബന്ധമാണോ? നരച്ചോരൊക്കെ അങ്ങനെ ചായം കൊടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാലോ അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്, ചെയ്യുകയാണെങ്കിൽ അനുവദനീയമാണ്, ആ നിലക്കൊരു സുന്നത്തുമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് വേണ്ടത്? ഇന്ന അഹ്സന മാ ഗുയ്യിറ ബിഹി ശൈബു അൽ ഹിന്നാഉ വൽ കതമു, നമുക്ക് ചായം കൊടുക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും നല്ലത് മൈലാഞ്ചിയാണ്, ഹെന്നയാണ്, മൈലാഞ്ചിയാണ്. അതിൽ കത്തമും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഈ നിലക്കാണ് അബൂ ദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലുള്ളത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചായം കൊടുത്തിട്ടുണ്ടോ? ഇത് പണ്ഡിത ലോകത്ത് മുമ്പും ഇപ്പോഴും ഉള്ള ഒരു ചർച്ചയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇഖ്തലഫ അസ്സഹാബത്തു ഫീ ഖിദാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചായം കൊടുത്തിരുന്നോ ഇല്ലയോ എന്നതിൽ പണ്ഡിത ലോകത്ത് ഇഖ്തിലാഫുണ്ട്. ഫഖാല അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു എന്താ പറയുന്നത്? ലം യഖ്ദിബ്, ലം യഖ്ദിബ്, അവിടുന്ന് ചായം കൊടുത്തിട്ടില്ല എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ചായം കൊടുത്തിരുന്നു എന്നാണ്. എന്നാൽ ഒരു വിഭാഗം പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ താടിരോമങ്ങളിൽ ചില ചുവപ്പ് കലർന്ന നിറമുണ്ടായത് അവിടുന്ന് ചില തീബുകൾ ഉപയോഗിച്ചിരുന്നു, സ്ഥിരമായി ചില സുഗന്ധ വസ്തുക്കൾ അവിടുത്തെ താടിയിൽ പുരട്ടാറുണ്ടായിരുന്നു സ്ഥിരമായി. അതുകൊണ്ട് ചില മുടികൾ ചുവപ്പ് നിറത്തോട് സാദൃശ്യം വന്നതാണ്. അതല്ലാതെ അവിടുത്തേക്ക് നര ചേഞ്ച് ചെയ്യുമാറ് ആവശ്യമായ നിലക്ക് ഒരു നര അല്ലാഹുവിന്റെ റസൂലിന് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താടിരോമം വളരെ കുറഞ്ഞേ നരച്ചിരുന്നുള്ളൂ എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ 20 താഴെ 19, 17 എന്നൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവിടുത്തെ മുഖത്ത് നോക്കിയിട്ട് സഹാബിമാര് പറയുന്നത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാവുന്ന എണ്ണമേ അല്ലാഹുവിന്റെ റസൂലിന്റെ താടിയിൽ നരച്ച റോമങ്ങളുണ്ട്. ഒരു 19 അല്ലെങ്കിൽ ഒരു 17 വേണമെങ്കിൽ കിട്ടി തരും. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അങ്ങനെ ഒരു ചായം കൊടുക്കേണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ചില താടി രോമങ്ങൾ ചില ചുവപ്പ് കളർ വന്നിരുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് സ്ഥിരമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ചില തീബുകൾ കാരണമായിട്ട് അങ്ങനെ വന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഏതായാലും ചായം കൊടുക്കുന്നത് അനുവദനീയവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യവുമാണ്, നിർബന്ധമല്ല. ഇനി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ചായം കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് തീരെ പാടില്ലാത്തത് കറുപ്പ് നിറമാണ്. പാടില്ലാത്തത് കറുപ്പ് കൊണ്ടാണ് ചായം കൊടുക്കാൻ പാടില്ലാത്തത്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹിയുടെ അരികിൽ കൊണ്ടുവരപ്പെടുകയാണ് ഫത്ഹ് മക്കയുടെ ദിവസം. വറഅസുഹു വലിഹയതുഹു കസ്സഗാമതി ബയാദാ, അതാ അബൂ ഖുഹാഫയുടെ അദ്ദേഹത്തിന്റെ തലയും അതുപോലെ തന്നെ താടിയുമൊക്കെ അതാ ഒരു വെളുവെളുന്നനെയുള്ള ഒരു പ്രത്യേകമായ ഒരു കായ പോലെ ഒരു ചെടി, ഉണങ്ങിയാൽ ഏറ്റവും വെള്ള നിറമായിട്ട് മാറുന്ന ഒരു കായയുള്ള ഒരു ചെടിയാണ്. അതാണ് സഗാമത്ത്. അതുപോലെ വെളുത്തിരുന്നു, അതുപോലെ വെളുത്ത് തിളങ്ങിയിരുന്നു തലയും താടിയും എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഗയ്യിറൂ ഹദാ വജ്തനിബുസ് സവാദ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ ഈ നര മാറ്റൂ, ഈ നര നിങ്ങൾ മാറ്റം വരുത്തൂ. എന്നാൽ നര മാറ്റം വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വജ്തനിബുസ് സവാദ്, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കണേ.
കറുപ്പ് ചായം ഒഴിവാക്കണേ. കറുപ്പ് ചായം കൊടുത്തു കഴിഞ്ഞാൽ അത് മുടിയുടെ യഥാർത്ഥമായ ഒറിജിനൽ നിറമാണെന്ന് തോന്നിപ്പിക്കലാണ്, വഞ്ചനയാണ്, ഇല്ലാത്തത് കാണിക്കലാണ്. അതുകൊണ്ട് കറുപ്പല്ലാത്ത മറ്റു നിറങ്ങളാകുമ്പോൾ അത് മനസ്സിലാകും. അതേ അവസരത്തിൽ ആ നരച്ച വെള്ള നിറം തന്നെ നിർത്തിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചായം പിടിപ്പിക്കാം, അതും മൈലാഞ്ചിയാണെങ്കിൽ നല്ലതാണ്. അതേ അവസരത്തിൽ ശുദ്ധമായ ആ നിലക്കുള്ള ബ്ലാക്ക് ആകുന്ന നിലക്ക്, കറുപ്പടിക്കുന്ന നിലക്ക് ഇന്നിതാ ലോകത്തൊരുപാട് സംവിധാനങ്ങളാണ്. തലയിലും താടിയിലുമൊക്കെ അതിങ്ങനെ കൃത്യമായി മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു രോമം പോലും നരച്ചിട്ടില്ലാത്ത രൂപത്തിൽ. എന്നാൽ ചില പ്രാവുകളെ പിടിച്ചിട്ട് അതിന്റെ പുറമേക്ക് കറുപ്പ്, എന്നാൽ അതൊന്ന് തൂവൽ പൊക്കി നോക്കിയാൽ ഉള്ളിൽ വളരെ വെള്ള നിറം. ഇതുപോലെ ചില മുടിയൊന്ന് പൊക്കി നോക്കിയാൽ അതിന്റെ അടിയിലതാ വെളുത്തത് ഇങ്ങനെ മുളച്ചു വരികയാണ്, മുകളിൽ കറുപ്പ് ചായം പുരട്ടിയിരിക്കുകയാണ്. ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ വരുമ്പോൾ സ്വർഗത്തിന്റെ പരിമളം അവർ ആസ്വദിക്കുന്നതല്ല. അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, താടിക്ക് ബ്ലാക്ക് അടിച്ചൂടെ, പല കമ്പനിയുടെ പരിപാടിയില്ലേ, അതിങ്ങനെ അടിച്ചൂടെ, മുടിയെല്ലാം അടിച്ചൂടെ? ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ അനുവദനീയാണ്. വേറെ ചില അഭിപ്രായങ്ങൾ ലോകത്തില്ലാത്തൊരു വിഷയമില്ല. ഏത് മസല എടുത്തു നോക്കിയാലും ജായിസാണ് ഹറാമാണ് എന്ന് പറയുന്നവരുണ്ടാവും. ഒരു വിഷയം തന്നെ ഒരു കൂട്ടർ ജായിസാന്ന് ഹറാമാണ്. ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കെ ഈ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടത്തിയതിന്റെ ശേഷം ഇതിൽ ആണിനും ഇതേ നിയമമാണ്, പെണ്ണിനും ഇതേ നിയമമാണ്, ആണായാലും പെണ്ണായാലും ഈ നിയമം ബാധകമാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ ചില ആളുകൾ ഇതാർക്കും അനുവദനീയമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതിന്റെ ശേഷം ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയാണ്, വൽ മുഖ്താറു അത്തഹരീം. ഈ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കടഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല തെരഞ്ഞെടുക്കപ്പെടുന്ന അഭിപ്രായം എന്താണ്? അത്തഹരീം, കറുപ്പടിക്കൽ ഹറാം തന്നെയാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വാക്കുണ്ടല്ലോ, വജ്തനിബുസ് സവാദ, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കണം, കറുപ്പിനെ നിങ്ങൾ മാറ്റി നിർത്തണം, അത് വെടിയണം, അത് വർജിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ വാക്കുണ്ടാവുമ്പോ ഇനി വേറുള്ള അഭിപ്രായം, മനുഷ്യന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏതാളുകളുടെ അഭിപ്രായങ്ങളും നമ്മൾ സാധാരണ പറയാറില്ലേ, കുല്ലുന്നാസി യുഖദു മിൻഹു വയുറദ്ദു അലൈഹി ഇല്ല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ജനങ്ങളുടെയും അഭിപ്രായങ്ങളിൽ തള്ളേണ്ടതും ഉണ്ടാകും, കൊള്ളേണ്ടതും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ ഒഴികെ അവിടുത്തെ വാക്കുകൾ മുഴുവനും സ്വീകാര്യമാണ്. തള്ളപ്പെടേണ്ടതായി ഒന്നുപോലുമില്ല. അതുകൊണ്ട് തള്ളപ്പെടേണ്ടതായി ഒന്നുപോലുമില്ലാത്ത സത്യം മാത്രം സംഭവിച്ചിട്ടുള്ള, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യക്തമായി വജ്തനിബുസ് സവാദ, നിങ്ങൾ ഈ നര ചായം കൊടുത്തോളൂ, പക്ഷേ കറുപ്പ് നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞത് കാരണത്താൽ കറുപ്പടിക്കൽ ഹറാം തന്നെയാണ് എന്ന അഭിപ്രായം തന്നെയാണ് സ്വീകാര്യോഗ്യമായ അഭിപ്രായമെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലുകൾ വേറെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടെങ്കിൽ രണ്ടിനും തർക്കത്തിന് ഇടയുണ്ട്. അപ്പൊ തർക്കങ്ങൾ ലോകത്ത് പലതും ഉണ്ടാകും. നാം സൂക്ഷ്മതക്ക് നല്ലത് ഈ രൂപത്തിൽ സ്വീകരിക്കലാണ് എന്ന് ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായി ആളുകൾ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് ഇവിടെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് യകൂനു ഖൗമുൻ, ജനങ്ങൾ ഉണ്ടാകും, യഖ്ളിബൂന, അവർ ചായം കൊടുക്കും, ഫി ആഖിരി സമാൻ, കാലഘട്ടങ്ങൾ അവസാനമാകും തോറും ബിസ്സവാദി, കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ഞാൻ പറഞ്ഞത് ആ ഒരു അവസ്ഥയിലെത്തുന്ന അവരെ കുറിച്ചാണ് പറഞ്ഞത്. ലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗീയ പരിമളം അവർ ആസ്വദിക്കുന്നതല്ല എന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും അതൊരു വളരെ നിസ്സാരമായ സംഗതിയായി കാണുകയാണ്, അവർ കറുപ്പടിക്കുകയാണ്. നാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമിന്റെ വചനങ്ങളോട് കൂടുതൽ വിധേയത്വം പുലർത്തിക്കൊണ്ട് നാം ആരും തെറ്റില്ലെന്ന് മുക്തരല്ല പ്രിയപ്പെട്ടവരെ. കഴിവിന്റെ പരമാവധി നാം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഹറാമാണെന്ന് ആ രൂപത്തിലുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്ന അതല്ല, വ്യക്തമായി തന്നെ നമുക്ക് പ്രവാചക ഹദീസിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടുള്ള ആ കാര്യത്തെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്ത്യനാൾ അടുക്കും തോറും ഈ കാര്യത്തിൽ ഒരു ലാഘവ ബുദ്ധി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മടിയും കൂടാതെ കറുപ്പടിച്ച് ഇങ്ങനെ ബ്ലാക്ക് അടിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാകും എന്ന് അതിന്റെ ഒരടയാളം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയോ അടുത്ത വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമുസ്സാഅ ഹത്താ യക്സുറ ഫീകുമുൽ മാലു ഫയഫീള ഹത്താ യുഹിമ്മ റബ്ബൽ മാലി മൻ യഖ്ബലു സദഖതഹു വഹത്താ യഅരിദഹു ഫയഖൂല അല്ലദീ യഅരിദഹു അലൈഹി ലാ അർബലി ഫീഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് അവിടുന്ന് പറയുന്നത്? ലാ തഖൂമുസ് അന്ത്യനാള് സംഭവിക്കുന്നതല്ല, അന്ത്യനാള് നിലവിൽ വരുന്നതല്ല. ഹത്താ യക്സുറ ഫീകുമുൽ മാൽ, നിങ്ങളിൽ പണം അധികരിക്കുന്നത് വരെ പണത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും ജനങ്ങളിൽ എന്നാണ്. ഫയഫീല, എന്നിട്ടതിങ്ങനെ പ്രചാരം സിദ്ധിക്കും. ധാരാളമായി പണം, ഇങ്ങനെ പണപ്പെരുപ്പം ധാരാളമായി ജനങ്ങളിൽ ഇഷ്ടം പോലെ പണമാണ്. ഹത്താ യുഹിമ്മ റബ്ബൽ മാൽ, അങ്ങനെ ഒരു പണക്കാരനായ മനുഷ്യന് ഹമ്മ് പിടിപെടും. അവന് തോന്നും, ആരാണ് എന്റെ സ്വതക്ക സ്വീകരിക്കുക, ആരാണ് എന്റെ സ്വതക്ക സ്വീകരിക്കുക. അവന്റെ സ്വതക്കയുമായിട്ട് അവൻ നടന്നാൽ അത് സ്വീകരിക്കാൻ ആളില്ല ഒരു കാലം. അവന്റെ സ്വതക്ക അവൻ ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോ പണം വേണോന്ന് ചോദിച്ച്, ഇതാ എന്റെ സക്കാത്താണ് സ്വതക്കയാണെന്ന് പറഞ്ഞ് അവനോട് ചോദിച്ചാൽ ചോദിക്കപ്പെട്ട മനുഷ്യൻ പറയും, ലാ അർബലി ഫീഹി, ഇന്നെനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നൊരു കാലം. അത്രയും പണം ധാരാളമായി സമൃദ്ധമാകുന്ന ഒരു കാലം വരും. ഇതേ ആശയം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. ലയഅതിയന്ന അലന്നാസി സമാനുൻ യതൂഫു الرجل فيه بالصدقة من الذهب ثم لا يجد أحدا يأخذها منه ليأتين على الناس زمان, ജനങ്ങൾക്കൊരു കാലഘട്ടം വരിക തന്നെ ചെയ്യും, ജനങ്ങൾക്കൊരു സമാന വരിക തന്നെ ചെയ്യും. ഒരു മനുഷ്യനതാ അവന്റെ സ്വതക്കയുമായിട്ട് അവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. മിനദ്ദഹബി, അവന്റെ പൊന്നിന്റെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി അവൻ അവകാശികളെ തേടി ചുറ്റി നടക്കേണ്ടി വരുന്നൊരു കാലം. സുമ്മലായ ജിദു അഹദാ, ഒരാളെയും ആ മനുഷ്യൻ കണ്ടെത്തൂല. യഖുദുഹാ മിൻഹു, തന്നിൽ നിന്ന് ആ സ്വതക്ക സ്വീകരിക്കാൻ ഒരു മനുഷ്യനെയും കണ്ടെത്താത്ത ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. എന്നാണിത് സംഭവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഉണ്ടായി എന്ന് ചരിത്രം ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണാധികാരം, ആ ഭരണാധികാരം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് സമൃദ്ധമായ നിലക്ക് പണമുണ്ടാവുകയും രാജ്യത്ത് എല്ലാവരും സദഖ കൃത്യമായിട്ട് തന്നെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭരണകാലത്ത് മഹാനവറുകളുടെ കാലഘട്ടത്തിൽ സദഖ സ്വീകരിക്കാനുള്ള ആളുകൾ ഇല്ലാത്തൊരു കാലം അന്നുണ്ടായിട്ടുണ്ട് എന്ന് ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞൊരു വസ്തുതയാണ്. പിന്നീട് കാലത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇനി ഇതെപ്പോഴാണ് ഉണ്ടാവുക നമുക്കറിഞ്ഞൂടാ. പല പണ്ഡിതന്മാരും പറയുന്നത് ഇനി അഥവാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇമാം മഹ്ദിയുമൊക്കെ രംഗപ്രവേശം ചെയ്യുന്ന ആ കാലഘട്ടത്തിലായിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇത്തരം ഹദീസുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പണ്ഡിതന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഉദ്ധരിക്കുക എന്നതല്ലാതെ ഹദീസ്
ഹദീസിൽ എന്താണ് നേർക്കുനേരെ വന്നതെങ്കിൽ അത് പറയുക എന്നതല്ലാതെ അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമുക്ക് സ്വന്തം വകയായി പറയാൻ നിർവാഹമില്ല, നിവൃത്തിയില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്നത് തന്നെയാണ്. ഇനി അന്ത്യനാളിന്റെ മുന്നോടിയായി അങ്ങനത്തെ ഒരു അവസ്ഥ ഏതായാലും വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പണം കൊണ്ട് നടക്കുക, സ്വതക്ക സ്വീകരിക്കാൻ ആളില്ല, പൊന്നു കൊടുത്താലും വാങ്ങാൻ ആളില്ല, എനിക്കിന്നതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ്. ലാ റബലി ഫീഹി ഐ ലാ ഹാജത ലീ ബിഹി, എനിക്കിന്ന് കാശ് കൊണ്ട് ആവശ്യമില്ല, എന്റെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്വതക്ക വാങ്ങാൻ ആളുണ്ടോ എന്ന് ചോദിച്ച് യതൂഫു റജുലു എന്നാണ്, മനുഷ്യൻ ചുറ്റി നടക്കണവന്റെ മുതലും കൊണ്ട് എന്നാണ്. അങ്ങനത്തെ ഒരു കാലം വരും, അങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ അവസരത്തിൽ അതേ ഹദീസിന്റെ ഒരു ബാക്കി ഭാഗം കൂടിയുണ്ട്. അതൊരു മറ്റൊരു വിഷയമാണ് പറയുന്നത്. വയുറർ റജുലുൽ വാഹിദു യത്ബഉഹു 40 ഇംറഅതൻ യലുദ്ന ബിഹി മിൻ ഖില്ലത്തിർ റിജാലി വകസറത്തിൻ നിസാ. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലാണ് ആദ്യ ഭാഗത്ത് ഈ വിഷയമാണ് വന്നതെങ്കിൽ ഹദീസിന്റെ രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ ഭാഗത്തിൽ വന്നത് വയുറർ റജുലുൽ വാഹിദു, ഒരു പുരുഷൻ കാണപ്പെടും, ഒരൊറ്റ പുരുഷനാണ്. അതാ ആ പുരുഷനെ അതാ 40 പെണ്ണുങ്ങൾ പിന്തുടരുകയാണ്. 40 പെണ്ണുങ്ങൾക്ക് അഭയം കൊടുക്കാൻ അഭയം തേടിക്കൊണ്ട് ഒരാണിനെ അവർ കാണുകയാണ്. മിൻ ഖില്ലത്തിർ റിജാൽ, അതാ പുരുഷന്മാരുടെ എണ്ണം കുറയുന്നത് കാരണത്താൽ, വകസറത്തിൻ നിസാ, സ്ത്രീകളുടെ എണ്ണം അധികരിക്കുന്നതും കാരണമായി. അപ്പൊ അവസാന കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്ന മറ്റൊരടയാള ഈ പറയുന്ന ഹദീസിൽ മറ്റൊരടയാളം കൂടി ഇതിൽ മനസ്സിലായി. എന്താണ്? സ്ത്രീകളുടെ എണ്ണം വല്ലാതെ അധികരിക്കും. സ്ത്രീകൾ സമൂഹത്തിൽ ഒരുപാട് അധികരിക്കും, പുരുഷന്മാരുടെ എണ്ണം കുറയും. ഒരു പുരുഷന് 40 പെണ്ണ് എന്ന നിലക്ക് ഇതിനൊക്കെ പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ നൽകി കാണുന്നുണ്ട്. ഒന്ന്, ലോകാടിസ്ഥാനത്തിൽ അവസാന കാലഘട്ടങ്ങളിൽ കൊലപാതകങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും കലാപങ്ങളും കലഹങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അധികവും അതിന് ഇരകളായി മാറുക പുരുഷന്മാരായിരിക്കും. അങ്ങനെ പുരുഷന്മാരായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കൊലപാതകം അധികരിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ രൂപത്തിൽ അതിനൊക്കെ വിധേയരാവുക അധികവും പുരുഷന്മാരായിരിക്കും. അങ്ങനെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിധവകളുടെ എണ്ണം കൂടും, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും. പുരുഷന്മാരാണെങ്കിൽ ഉണ്ടാവുകയില്ല. അധികവും കുറെ കൊലപാതകങ്ങളിലൂടെയൊക്കെ വധിക്കപ്പെട്ട് പുരുഷന്മാരുടെ അളവ് അനുപാതം കുറയുകയും സ്ത്രീകൾ ആനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് 1:40 എന്ന രൂപത്തിലൊക്കെ എത്തും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ ഒരാള് തന്നെ 40 ആളെ പോറ്റേണ്ടുന്ന അഥവാ അത്രയും ആ ഒരവസ്ഥയോളം എത്തും. വേറൊരു വ്യാഖ്യാനം പറഞ്ഞത്, ആ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇസ്ലാമികമായിട്ടുള്ളൊരു വിവരമൊന്നും ഇല്ലാതെയായി എത്ര എണ്ണ കെട്ടണ്ടെന്നറിയാ, ചിലർക്ക് 10-40 പെണ്ണുങ്ങൾ ഉണ്ടാവും. അങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളും ഉണ്ട്. അതേപോലെ തന്നെ വ്യഭിചാരത്തിന്റെ ഏറ്റവും വലിയ ചീഞ്ഞുനാറുന്ന ആ ദുരന്തം ലോകത്ത് വ്യാപകമാകുമ്പോ ആണുങ്ങളുടെ പിന്നാലെ ഈ രൂപത്തിൽ സ്ത്രീകൾ ആ രൂപത്തിൽ വൃത്തികെട്ട ഒരു പരുവത്തിലേക്ക് സമൂഹം എത്തുമ്പോ പിന്നാലെ കൂടുന്ന ഒരവസ്ഥ ഒരു കാലഘട്ടം വരെ സംജാതമാകും. എനിക്ക് വേണ്ടത് നൽകൂ, ഞങ്ങൾക്ക് ചെലവിന് തരൂ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട സുഖം നൽകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ പിന്നാലെ 40 ആളുകൾ കൂടുന്ന ഒരു ദുരന്ത കാലഘട്ടം വരും. അങ്ങനെയൊക്കെ പല നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞത്, ഒരാളെ നിനക്ക് കാണാം അയാളില്ല 40ഓളം പെണ്ണുങ്ങൾ അഭയം തേടിയിരിക്കുന്നു എന്നാണ്. അപ്പോ ആ രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ എണ്ണം കുറയും. സമൂഹത്തിൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ ആണുങ്ങളുടെ എണ്ണം കുറഞ്ഞ് സ്ത്രീ കുഞ്ഞുങ്ങളായിരിക്കും അധികവും പ്രസവിക്കപ്പെടുന്നത് മൂലമായിരിക്കാം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. എന്തായാലും പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയും സ്ത്രീകളുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യൽ ആഖിറുസ്സമാനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതിലപ്പുറം അതിന്റെ വിശദീകരണം പറയാൻ നമുക്ക് നിർവാഹമില്ല, നമുക്കതിന് അവകാശവുമില്ല. പണ്ഡിതന്മാര് പറഞ്ഞ ചില സൂചനകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം അത് അവസാനിപ്പിക്കുകയാണ്. തുടർന്നുകൊണ്ട് മറ്റൊരടയാളമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അതിന്റെ മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറയുന്നു, ലാ തഖൂമുസ്സാഅ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ലാ തഖൂമുസ്സാഅ. അന്ത്യനാൾ നിലവിൽ വരില്ല, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദി. പള്ളികളുടെ കാര്യത്തിൽ ജനങ്ങൾ കിടമത്സരം കാണിക്കുന്നത് വരെ. പള്ളികളുടെ കാര്യത്തിൽ വലിയ കിടമത്സരം, പെരുമ കാണിക്കുക. പള്ളികളിന്മേലാണ് ഓരോരുത്തരും പെരുമ കാണിക്കുന്നത്. അപ്പൊ എന്റെ പള്ളി ഇങ്ങനെ, ഞങ്ങളെ പള്ളി ഇങ്ങനെ, ഞങ്ങളെ നാട്ടിലെ പള്ളി ഇങ്ങനെ. ഇന്ന മിൻ അശ്റാത്തിസ്സാഅ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. വ്യക്തമായി തന്നെ മറ്റൊരു ഹദീസ് അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തിസ്സാഅതി. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൻയതബാഹന്നാസു ഫിൽ മസാജിദ്. ആളുകൾ പള്ളികളുടെ കാര്യത്തിൽ പെരുമ കാണിക്കുക. പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പള്ളി വളരെയേറെ ലളിതമായിരുന്നു. ലളിതമായ പള്ളി കാണാൻ വലിയ ഭംഗിയോ അതിൽ വലിയ അലങ്കാരങ്ങളോ കൊത്തുപണികളോ ആഡംബരങ്ങളോ അതിന്റെ അകത്തേക്ക് കയറിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളോ കൊത്തുപണികളോ കലാരൂപങ്ങളോ ഒന്നുമില്ലാത്ത പള്ളി. പക്ഷേ അതിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ആവശ്യമായ ഹിദായത്ത് പ്രവഹിച്ചിരുന്നു. കാണാൻ വലിയ കോലൊന്നുമില്ല, പക്ഷേ ഹിദായത്തിന്റെ കേന്ദ്രമായിരുന്നു. അവസാന കാലഘട്ടം എത്തുമ്പോഴോ മസാജിദുഹും മാമിറ. പള്ളികളൊക്കെ വളരെ പ്രൗഢഗംഭീരമായ പള്ളികൾ, അത്യാകർഷകമായ മനോഹരമായ അമ്പരച്ചുംബികളായ മിനാരങ്ങളുള്ള പള്ളികൾ, കുബ്ബകളുള്ള പള്ളികൾ. സന്മാർഗത്തിൽ നിന്ന് ശൂന്യമാണ്. പൂർവീകരുടെ പള്ളികൾ കാഴ്ചക്ക് വളരെ ഭംഗി കുറഞ്ഞതും എന്നാൽ അതിൽ ഹിദായത്തിന്റെ വെളിച്ചം വല്ലാതെ വീശിയിരുന്നു. ഇന്ന് നേരെ എതിരെ കാഴ്ചക്ക് വലിയ അലങ്കാരം, പ്രൗഢിയും പ്രതാപവും പ്രകടിപ്പിക്കാനുള്ള പള്ളികൾ, പക്ഷേ ഹിദായത്തിൻ്റെതായ വെളിച്ചം വളരെ കുറവാണ്. നമ്മൾ നോക്കൂ, ഇതിന് വിശദീകരണം ഞാൻ പറയേണ്ടതില്ല. ഓരോ രാജ്യത്തും, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം, നമ്മുടെ കേരളം, എല്ലായിടത്തും നമ്മളൊക്കെ നിവസിക്കുന്ന നമ്മുടെയൊക്കെ നാടുകൾ ഇന്ത്യ രാജ്യത്തിലേക്കൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. എവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുമ്പോൾ അമ്പരച്ചുംബികളായ മിനാരങ്ങളുള്ള വലിയ വലിയ പള്ളികൾ. നിങ്ങൾ അതിലൊരു വഖത്തിന് കയറി നോക്കൂ. ഇമാമിന്റെ പിന്നിൽ 2 ആള് 4 ആള് ഒരു 6 ആള്, ഒരു സൊഫ് തികയൂല. സുബൈക്ക് എന്ന് നോക്കി ആരുമില്ല. ആ രൂപത്തെ പള്ളിയോ വിശാലമായ പള്ളികൾ ഖറാബായി കിടക്കുകയാണ്, ശുദ്ധശൂന്യമായി കിടക്കുകയാണ്. അങ്ങനെ ഒരു മത്സരം. പള്ളികൾ ധാരാളം മുഴത്തിനുണ്ട്, പക്ഷേ സന്മാർഗത്തിന്റെ ആ ഒരവസ്ഥ. കക്ഷിഭേദമന്യേ ഞാൻ ഈ പറയുന്നത് ഇന്ന ഗ്രൂപ്പുകാരുടെ പാർട്ടിക്കാരുടെ ഒന്നുമല്ല. ഏകദേശം എല്ലാവരും ഈ കാര്യത്തിൽ ഏതാണ്ട് സമമാണ്. എല്ലാവരും ഈ കാര്യത്തിൽ മത്സര ബുദ്ധിയും. എല്ലാവർക്കും വേണം അവനവന്റെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പ്ലാന് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കലശ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എത്ര 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം 1 കോടി പള്ളി എന്റെ നാട്ടിൽ ആവശ്യമുണ്ടോ? അതൊന്നും ചിന്തിക്കില്ല. എല്ലാവർക്കും വലിയ പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും വലിയ ഉഷാറാകണം. എന്നിട്ടോ ആ ഉഷാറിൽ എങ്ങനെങ്കിലും അറബ് സഹോദരന്മാരുടെയൊക്കെ വലിയ മാനസികമായ അവരുടെ ആ ഇഹ്സാൻ, അവർ കൊടുക്കുന്ന സദഖയിലൂടെ വലിയ പള്ളി ഉണ്ടാക്കും. പിന്നെ തിരിഞ്ഞു നോക്കൂല. പൊടി പിടിച്ച് മാറാല പിടിച്ച് എലിക്കാട്ടവും പല്ലിക്കാഷ്ടവും ഒക്കെ നിറഞ്ഞ് ജമാഅത്തിന് ആളില്ല, ജമാഅക്കും ആളില്ല, ഒരു ഇമാറത്തും ഇല്ല, അവിടെ നിസ്കാരമല്ല, ദിക്റും ഇല്ല, ഖുർആനോത്തും ഇല്ല, ഒരു ഹിദായത്തിന്റെ അടയാളങ്ങളുമില്ലാതെ പള്ളി പുറത്തേക്ക് ഇങ്ങനെ കണ്ടാ എന്താ ഞങ്ങളെ പള്ളിയോട് കിടയൊക്കുന്ന ഒരു പള്ളിയില്ല. പെരുമ പ്രകടിപ്പിക്കുകയാണ്. പള്ളികളുടെ കാര്യത്തിൽ പെരുമ കാണിക്കുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല.
ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഇതിനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നതബാഹൻ നാസു ഫിൽ മസാജിദി. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹുവോട് മറുപടി പറയേണ്ടതുണ്ട്. ഇത് പലപ്പോഴും പണ്ടൊക്കെ ആളുകൾ പള്ളി ഉണ്ടാക്കുമ്പോൾ അവർക്ക് വലിയ വേദനയുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ ജുമാ നടന്നില്ലെങ്കിൽ, ജമാഅത്ത് നടന്നില്ലെങ്കിൽ, ഒരു പള്ളിയിൽ അത് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കാണുന്നവരുടെ ഖൽബ് പൊട്ടുമായിരുന്നു നമ്മുടെ പൂർവികരുടെ. കാരണം അവരുടെ മക്കൾക്ക് കൊണ്ടുവന്ന് വേവിക്കാൻ വെച്ചിരുന്ന അരിയിൽ നിന്ന് പിടിയരി വാങ്ങിയിട്ട് അതൊരു കലത്തിലും അതുപോലെ തന്നെ പാത്രത്തിലൊക്കെ സൂക്ഷിച്ചിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആ പിടിയരി ഒരു കീശയിലാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് പള്ളിയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും പള്ളിയുടെ ഭരണം നടത്താനും ഒക്കെ ഏറ്റവും വലിയ മാനസികമായ അവസ്ഥ കാണിച്ചിരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിരുന്നു. നമ്മുടെ പള്ളികളൊക്കെ കുറെ ഉഷാറായിരുന്നു, നാട്ടുകാർക്കൊക്കെ പള്ളി വേണ്ടിയിരുന്നു. ഇന്നെന്താ, ആർക്കും പള്ളി വേണ്ട. പള്ളി എന്തോ ആയിക്കോട്ടെ, ജമാഅത്തിന് ഉണ്ടോ ഇല്ല, അവിടുത്തെ വിഷയങ്ങൾ ആർക്കെങ്കിലും പ്രശ്നമാണോ ഇല്ല. എന്താ കാരണം? അവനവന്റെ ഒരു വിയർപ്പതിലില്ലല്ലോ, അവനവന്റെ ഒരു ചില്ലിക്കാശ് അതിലില്ലല്ലോ. പള്ളി വേണം, മീറ്റിംഗ് കൂടി. എന്താ വേണ്ടത്? ചൂണ്ടി. എവിടേക്കാ ചൂണ്ടിയത്? ഗൾഫിലേക്ക്. യുഎഇ പോവുക, ഒരു സിറ്റിസൺ വിട്ടു വെക്കുക, അവിടേക്ക് ലെറ്റർ എടുക്കുക, മറ്റാളെ ലെറ്റർ വാങ്ങുക, വേറൊരാളെ കാണുക, എല്ലാവർക്കും അതാണ് വേണ്ടത്. ഒരു വേദന ആർക്കും ഇല്ലല്ലോ, ഒരു വേദനയില്ല. അങ്ങനെ വരുമ്പോ അവിടെ ജമാഅത്ത് നടക്കുന്നില്ലല്ലോ, ആർക്കും സങ്കടമല്ല. ഒരു പള്ളിയിൽ ജമാഅത്ത് നടന്നില്ലല്ലോ, വേദനയില്ല ഒരാൾക്കും. എന്താ കാരണം? അവനെന്ത് വേദന തോന്നാൻ? അവനതിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന മഹാന്മാര്, ആ മഹാന്മാരെ പറ്റി പറഞ്ഞപ്പോ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി എന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആളുകളതാ അവരുടെ ഖൽബ് പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയം പള്ളിയിൽ കെട്ടിത്തൂക്കി എന്നും അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എന്താ? ശരീരം പുറത്താണെങ്കിലും മനസ്സ് എപ്പോഴും പള്ളിയിലാ. പങ്കെടുത്തോ, ജമാഅത്തിന് പോണ്ടേ, അവിടെ എത്തണ്ടേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ടോ, ജമാഅത്ത് നടക്കുന്നുണ്ടോ, അവിടെ ലൈറ്റ് ഉണ്ടോ, വെള്ളമുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, മൂത്രപ്പര ദുർഗന്ധം നമിക്കുന്നുണ്ടോ? ഏറ്റവും വൃത്തിയുടെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ. ഒരു സ്ഥലത്ത് മൂത്രം വല്ലാതെ ഗന്ധമുണ്ടെങ്കിൽ അവിടെ ഒരു മാപ്പിളമാരുടെ പള്ളിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നമ്മുടെ കേരളത്തിലെ ഒരു എഴുത്തുകാരൻ മുസ്ലിം സമുദായത്തെ പരിഹസിച്ചുകൊണ്ട് എഴുതി. സത്യായിരുന്നില്ലേ? എവിടെങ്കിലും സ്ഥലത്ത് മൂത്രം മണക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് കരുതിക്കോളി. അപ്പൊ എന്താ? വൃത്തിയാക്കാൻ ആളില്ല. അവിടെ ഇങ്ങനെ പീടി വലിച്ചിട്ട് കാർക്കിച്ചു തുറപ്പി എല്ലാ രൂപത്തിലും വൃത്തികേടാക്കിയിട്ട് അതിന്റെ ഒരു നിലക്കും മകവും പുറവും ഇമാറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പലപ്പോഴും. എന്നാലോ അതിന് മേന്മ, പള്ളി ഉണ്ടാക്കേണ്ട മീറ്റിംഗ് ആണ് കൂടി ഉഷാർ, വലിയ പള്ളി വേണം എല്ലാവർക്കും, വലിയ പള്ളി. ആ കാര്യത്തിൽ പെരുമ നടിക്കുക അതൊരു നല്ല ലക്ഷണമല്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾ ഇങ്ങനെ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ആക്കി നിർത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, യഹൂദികളും നസറാനികളുമൊക്കെ പള്ളികൾ മോടി കൂട്ടിയതുപോലെ മോടി കൂട്ടുന്നൊരവസ്ഥ വരിക തന്നെ ചെയ്യും എന്ന്. ആ രൂപത്തിലുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും അവരുടെ കനീസകൾക്കും മഠങ്ങൾക്കുമൊക്കെ ഉള്ളതുപോലെ ആ രൂപത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിത്തീരും എന്ന് വരെ സഹാബത്ത് ആ കാര്യത്തിൽ ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഒരു നാട്ടിൽ എല്ലാ വീടുകളും വളരെ ആഡംബരത്തിൽ പള്ളി ഇങ്ങനെ പൊളിഞ്ഞ് ഒരു ഓലമടക്കൊണ്ട് ഇങ്ങനെ ചെരിച്ചുണ്ടാക്കി അതിലിങ്ങനെ മഴയൊന്നും ചോരണമെന്ന അല്ല. ഒരു സ്ഥലത്തെ ആവശ്യമായ നിലക്കുള്ള രൂപത്തിലുള്ള വൃത്തിയും ഭംഗിയൊക്കെ വേണം. അതേ അവസരത്തിൽ ആഡംബരങ്ങൾ, അത്യാഡംബരങ്ങൾ, വലിയ പണച്ചെലവ്. നമ്മുടെയൊക്കെ നാട്ടിൽ മിനാരുണ്ടാക്കുന്ന കാശുണ്ടായ വേറൊരു പള്ളി ഉണ്ടാക്കുക. മിനാർ എന്തിനാ? പ്രൗഢിയാണ്. ഞാൻ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റ്, എന്റെ പള്ളി കണ്ടാൽ തന്നെ ഭയങ്കരമായിരിക്കണം എന്നാണ്. ആ ഒരു മിനാരത്തിന്റെ കാശ് 4 മിനാരോ 3 മിനാരൊക്കെ ഉണ്ടാക്കും. ആ പള്ളി ആ കാശ് കൊണ്ട് അവൻ അപ്പുറത്ത് വേറെ ആവശ്യമായ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാം. ആവശ്യത്തിൽ കവിഞ്ഞ് അനാവശ്യങ്ങളും ആഡംബരങ്ങളും പെരുമനടിക്കലുകളും അവരവരുടെ താല്പര്യങ്ങളെ പെരുപ്പിച്ചു കാണിക്കലും ഒക്കെ ആയി മാറുമ്പോൾ അത് പലപ്പോഴും കുറ്റകരമായി മാറുന്നു. മാത്രല്ല, വേറെയും ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകപ്പെട്ടപ്പോൾ പണ്ഡിതന്മാര്, ആധുനിക പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇന്ന് പല പള്ളികളും പലപ്പോഴും യഥാർത്ഥമായ ഹിദായത്തിന്റെ വെളിച്ചത്തിനല്ല പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ പല പള്ളികളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ടൂറിസ്റ്റുകൾ ഇങ്ങനെ കയറി നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി ഭാഗത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയി നോക്കിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നാം നിവസിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ നമ്മൾ. അവിടെ
ഹിദായത്തല്ല, അതൊരു കാഴ്ച വസ്തുവായിട്ട് അവിടെ നിസ്കാരം തോന്നുന്നല്ല നടക്കുന്നത്. അതിങ്ങനെ കയറുക, ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കുക, ആ നിലക്കുള്ള സംവിധാനങ്ങൾ ആക്കിയിട്ട് മാറുന്ന ഒരവസ്ഥയും അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും നോക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം ഉത്തരേന്ത്യയിലെ പല പള്ളികൾക്കുമുണ്ട്. വലിയ ഡോമുകളുള്ള പള്ളികൾ, മിനാരങ്ങളുള്ള പള്ളികൾ, ഇന്നത് പരിപാലിക്കാൻ ആളില്ലാതെ അന്യര് പല പള്ളികളും കയ്യേറുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്താണ് കാരണം? അവിടെ നിസ്കരിക്കാൻ ആളില്ല, നിസ്കരിക്കാൻ ആളില്ലെന്നില്ല. അപ്പൊ വേറുള്ള ബിംബം കൊണ്ടുപോയി വെക്കും. താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നിട്ടില്ലെങ്കിൽ അനർഹരായ ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെയൊക്കെ എത്രയോ പള്ളികൾ ഇന്നും ഉത്തരേന്ത്യയിൽ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ കൈകളിലുണ്ട്. പുരാവസ്തു ഗവേഷകന്മാരുടെ പട്ടികയിലേക്ക് മുസൽമാന്റെ പള്ളികൾ പോയെങ്കിൽ അത് ഹിദായത്തോടെ നിലനിർത്താൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യാത്തതിന്റെ തിക്തഫലമായിരുന്നു എന്ന് ഇന്ത്യ രാജ്യക്കാരായ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള പള്ളികൾ, മുസ്ലിമിന്റെ പള്ളികൾ, വഖഫ് ചെയ്യപ്പെട്ട പള്ളികൾ ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കൈകളിലേക്ക് പോയത് അവിടെ 5 നേരം നിസ്കരിക്കാനും പള്ളിയുടെ ഹിദായത്തും ഇമാറത്തും നിലനിർത്താൻ ആവശ്യമായ രൂപത്തിലുള്ള മാനസികാവസ്ഥ ഇല്ലാതെയായപ്പോൾ പടച്ച റബ്ബ് കൊടുത്ത ശിക്ഷയായിരുന്നു ഈ സമുദായത്തിന്. നമ്മൾ മനസ്സിലാക്കണം. കാലഘട്ടം പോകുമ്പോ ആ ദുരന്തം നമ്മുടെയൊക്കെ നാടുകളിൽ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ വേണം. അതുകൊണ്ടാണ് മുസ്ലിമിന്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി കണക്ട് ചെയ്യപ്പെടണം. അങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ആർക്കും തണലില്ലാത്ത നാളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ രൂപത്തിൽ പള്ളികളുമായി ഹൃദയം കണക്ട് ചെയ്യപ്പെട്ട ബന്ധിതമായ ആ രൂപത്തിൽ മനസ്സുകളുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭ്യമാകും എന്ന്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പ്രിയപ്പെട്ടവരെ, പള്ളികളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നാം കുറച്ച് മികവ് പുലർത്തണം. ആ രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞത്, സമൂഹത്തിൽ കുഴപ്പങ്ങളും ഫിത്നകളും ഫസാദുകളും വർദ്ധിക്കുമ്പോൾ, സമൂഹത്തിൽ വ്യാപകമായ രൂപത്തിൽ ഫിത്നകളും ഫസാദുകളും വർദ്ധിക്കുമ്പോൾ മനുഷ്യന്റെ ഈമാനികമായ അവസ്ഥയിൽ അവൻ വളരെയേറെ തരം താഴ്ന്നൊരു കാലഘട്ടം വരും. പരീക്ഷണങ്ങൾ ജീവിതത്തിലെ കൂടപ്പിറപ്പാണ്. സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരലാണ് ജീവിതം. ജീവിതത്തിൽ ഒന്നും സ്ഥായിയല്ല. സുഖങ്ങൾ കുറെ ഉണ്ടാകും, അതിലേറെ ദുഃഖങ്ങൾ ഉണ്ടാകും, അതിന്റെ അപ്പുറം പിന്നെയും സുഖങ്ങൾ വരും. പക്ഷേ ഈ പരീക്ഷണങ്ങളിലൊന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് പ്രേരണയാവേണ്ടത് അവന്റെ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അപ്പോഴോ അവൻ അവസാനം മരണത്തെ അവൻ ആഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമുസ്സാ ഹത്താ യമറ റജുലു ബിഖബരി റജുലി ഫയഖൂലു യാ ലൈതനി മകാനഹു. അതാ ഒരാളുടെ ഖബറിന്റെ സമീപത്തുകൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അവൻ ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ഇതിന്റെ ഈ സ്ഥാനത്ത് ഇതിന്റെ ഉള്ളിൽ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബു ദുനിയ ഹത്താ വീണവൻ മണ്ണിട്ട് വാരി തലയിലിടും. അവൻ പറയും, ദീനുണ്ടായിട്ടും അവന് ഇസ്ലാമിനോട് താല്പര്യം കൂടിയിട്ട് വേഗം മരിച്ചു കിട്ടി സ്വർഗത്തിലേക്ക് പോയാൽ മതി, അള്ളാന്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്ന ദീനീയ ആദർശം കൊണ്ടൊന്നും അല്ല, പരീക്ഷണം കൊണ്ട് സഹിക്കാനാവാതെ മരിച്ചാ മതി എന്ന് ഖബർ കാണുമ്പോ ഖബറും പുറത്തേക്ക് വീണിട്ട് ഞാനിതിന്റെ ഉള്ളിലായെങ്കിൽ എന്ന് പറയുന്ന ഒരവസ്ഥയോളം അവന്റെ ഈമാനികമായ ദൗർബല്യമാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അതും എന്താണ് പറയുന്നത്? ഈമാനികമായിട്ടുള്ള ദുർബലത മനുഷ്യനെ പെട്ടെന്ന് മരിക്കാനും വേഗം മരിച്ചു പോകണം, വേഗം ഈ ലോകത്തിൽ നിന്ന് ഒഴിവായി പോകണം എന്നുള്ള ചിന്തയിലേക്ക് അവനെ അടുപ്പിക്കും. ദീനിയായ താല്പര്യം കൊണ്ടല്ല എന്ന് ഹദീസിൽ പ്രത്യേകം പറയാം. വലൈസ ബിഹി ദീനു ഇല്ലൽ ബലാഉ, പരീക്ഷണങ്ങളാ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അത്രത്തോളം രാജ്യത്ത് വ്യാപകമായ ആ നിലക്ക് അവന് സഹിക്കാനാവാത്ത നിലക്കുള്ള പരീക്ഷണങ്ങൾ, ആ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ
പരീക്ഷണങ്ങൾ വരുമ്പോ മനുഷ്യൻ പതറിപ്പോകും. അല്ലാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാം. സയഅതി അലൈക്കും സമാനുൻ ലൗ വജദ അഹദുകുമുൽ മൗത യുബാഉ ലസ്തറാ. എവിടെയെങ്കിലും മരണം വിൽക്കപ്പെടുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി വാങ്ങുന്ന ഒരു കാലഘട്ടം വരും. അത്രത്തോളം മരിച്ചാ മതി എന്ന് തോന്നുന്ന ഒരു ഫിത്ന രാജ്യത്തൊട്ടാകെ പടർന്നു പിടിക്കുന്ന ആ ഒരവസ്ഥ, അതിൽ പതറിപ്പോയി തളർന്നു പോയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിത്തീരുമെന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മനസ്സുകളിൽ, നമ്മുടെ മനസ്സാക്ഷി കൃത്യമായി ഉണരേണ്ടുന്ന മേഖലകളാണ് ഇതൊക്കെ. നമ്മുടെ ഈമാൻ അത് ദുർബലമാകുന്ന സാഹചര്യം. അതുകൊണ്ടാണ് സമൂഹത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഏറ്റവും വലിയ ഈ പ്രത്യേകമായ താളപ്പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെയൊക്കെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ കാണാനും അവരവരുടെ മരണം നല്ല നിലക്കായിത്തീരണം, ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കണം, സൂഉൽ ഖാത്തിമത്തിൽ നിന്ന് മോചനം നേടണം, അഥവാ നല്ല അന്ത്യം ഉണ്ടാകണം, ദുഷിച്ച അന്ത്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം. ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇനിയും പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ അടയാളങ്ങൾ നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കുവാനും അത് ഹൃദയങ്ങളിൽ രൂഢമൂലമാകുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുവാനുമുള്ള സർവ്വ തൗഫീഖും നൽകി അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അവൻ എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടുത്തി കാവൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ.